സഹോദരങ്ങളെ, നമ്മൾ 40-ാം വെള്ളിയാഴ്ച ധ്യാനിക്കുന്നത് നമ്മുടെ കർത്താവിന് നേരിട്ട പ്രലോഭനങ്ങളെ പറ്റിയാണ്. പരിശുദ്ധാത്മാവിൽ യേശു ജോർദാനിൽ നിന്ന് മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുകയാണ്. പരിശുദ്ധാത്മാവാണ് യേശുവിനെ ജോർദാനിൽ നിന്ന് മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുന്നത്. ആത്മാവ് എന്ന് പറയുമ്പോൾ യേശുവിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണ്. ജോർദാൻ ഹരിതാഭയും ജീവനും ഉള്ളതാണെങ്കിൽ മരുഭൂമി ആകട്ടെ വരണ്ടതും ജീവന് ഭീഷണിയേകുന്നതുമാണ്. ഒരിക്കലും സ്വസ്ഥമായിട്ട് മരുഭൂമിയിലിരുന്ന് ധ്യാനിക്കാൻ ഒരുക്കുന്ന ഒരു പശ്ചാത്തലമില്ല. പകലുകളിൽ കൊടിയ ചൂടും രാത്രികളിൽ കൊടിയ ശൈത്യവുമാണ് മരുഭൂമിയിലുള്ളത്. അതുപോലെ തന്നെ മണൽക്കാറ്റ് ശ്വാസം മുട്ടിക്കുന്നവയാണ്. വിഷസർപ്പങ്ങളും കരിന്തേളുകളും ഒക്കെ ഭയപ്പെടുത്തുന്ന സാന്നിധ്യമായിട്ട് അവിടെയുണ്ട്. ഇതൊന്നും പ്രാർത്ഥനയ്ക്ക് അനുകൂല ഘടകങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷേ ഇവിടെ ധ്യാനിക്കുന്ന ഒരാൾ അത് തീയിൽ കുരുക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം തീയിൽ കുരുക്കുന്ന അനുഭവങ്ങളുടെ ഉടമയായിട്ട് മാറും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് അതിന് തക്കവണ്ണമുള്ള ബലവും ഉണ്ടായിരിക്കും. മർക്കോസ് വെറും 2 വാക്യങ്ങളിൽ ചുരുക്കി വിവരിച്ചിരിക്കുന്ന മരുഭൂമിയിലെ പരീക്ഷ മത്തായി 11 വാക്യങ്ങളിലും ലൂക്കോസ് 13 വാക്യങ്ങളിലുമാണ് അവതരിപ്പിക്കുന്നത്. മർക്കോസ് പരീക്ഷകനെ സാത്താൻ എന്ന് മാത്രം വിളിക്കുമ്പോൾ മത്തായി 3 വാക്കുകളാണ് പരീക്ഷകനെ പറ്റി ഉപയോഗിക്കുന്നത്: പ്രലോഭകൻ, പിശാച്, സാത്താൻ. ലൂക്ക 2 വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു: സാത്താൻ, പിശാച്. പിശാച് എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ദിയാബോളിസ് എന്നാണ്. അതിൻ്റെ അർത്ഥം ശിഥിലമാക്കുന്നവൻ എന്നാണ്. പ്രലോഭനങ്ങളുടെ ആരംഭത്തിൽ തന്നെ സുവിശേഷകൻ വിവരണ ലക്ഷ്യം വ്യക്തമാക്കുന്നുണ്ട്. പ്രലോഭകൻ ആവശ്യപ്പെടുന്നത് നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ കൽപ്പിക്കുക എന്നാണ്. അതായത് യേശു ദൈവപുത്രനാണെന്ന് തെളിയിക്കുകയാണ് പ്രലോഭന വിവരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇസ്രായേലിന് പ്രലോഭനങ്ങളുണ്ടായത് മരുഭൂമി വെച്ചാണ്. യേശുവിനുണ്ടായ പ്രലോഭനങ്ങളും മരുഭൂമി വെച്ചാണ്. പിശാചിൻ്റെ പേര് ശിഥിലമാക്കുന്നവൻ എന്നാണല്ലോ. ദൈവബന്ധത്തിൽ നിന്ന് ഇസ്രായേൽ ശിഥിലീകരിക്കപ്പെട്ടു. ചോദ്യം ചെയ്ത് അവർ ദൈവത്തിന് മഹത്വമേകുന്നതെന്ന് പിന്തിരിഞ്ഞു. യേശുവിന് മുമ്പിൽ പിശാച് ഒരുക്കുന്ന ആദ്യ പ്രലോഭനം കല്ലുകൾ അപ്പമാക്കുക എന്നുള്ളവയായിരുന്നു. ഇസ്രായേൽ വിശപ്പിന് മുമ്പിൽ ഛിദ്രവാസനയോടെ ദൈവത്തോട് പ്രതികരിക്കുന്നു. അവർ മോശയോടും അഹ്റോനോടും ചോദിക്കുന്നത് പുറപ്പാട് ദിവസം 16:3 പറയുന്നുണ്ട്: ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ സമൂഹം മുഴുവനെ പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അവരുടെ പരാതികളാണ്, ആവലാതികളാണ്. എന്തിലും തൃപ്തിയില്ലാത്ത ജനം. ദൈവപുത്രനായ യേശുതമ്പുരാൻ വിശപ്പിന് മുമ്പിൽ പതറിയില്ല. ഇസ്രായേൽ വിശപ്പിനെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ മന്ന കൊടുത്ത് ദൈവം അവരെ സംരക്ഷിച്ചു. മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ നാവിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണെന്ന് നിയമാവർത്തനം 8:3 പറയുന്നുണ്ട്. ഇസ്രായേൽ മന്ന ഭക്ഷിച്ചു, പക്ഷേ ദൈവവചനം കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയില്ല. പ്രലോഭനത്തിന് മുമ്പിൽ യേശു കല്ലിനെ അപ്പമാക്കി ഭക്ഷിച്ചില്ല. ദൈവവചനത്താലാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന ബോധ്യം അവിടുന്ന് വ്യക്തമാക്കി. ഇസ്രായേൽ ദൈവപുത്രസ്ഥാനത്ത് നിന്ന് വീണുപോയെങ്കിൽ യേശു ദൈവപുത്രസ്ഥാനത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നു. കല്ലിനെ ദൈവപുത്രൻ അപ്പമാക്കിയിരുന്നുവെങ്കിൽ തൻ്റെ വിശപ്പിന് വില കൊടുക്കുന്ന ആളായി യേശുനാഥൻ മാറുമായിരുന്നു. കുരിശുമരണമില്ലാത്ത യേശുവിന് ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനാകില്ല. നമ്മുടെ കർത്താവ് അപരൻ്റെ വിശപ്പിന് മുമ്പിലാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. അവിടുന്ന് തന്നെ നൽകി അവരിന് വേണ്ടി മുറിയപ്പെടുന്ന കുർബാനയപ്പമായി മാറി. പിശാച് അത്ഭുതം കാട്ടുവാൻ പറഞ്ഞപ്പോൾ ഒന്നും അത്ഭുതം കാട്ടാത്ത കർത്താവ് അത്ഭുതം കാട്ടുന്നത് കാനായിൽ മാതാവിൻ്റെ അപേക്ഷയ്ക്ക് മുമ്പിലാണ്. കല്ലിനെ അപ്പമാക്കാത്ത ദൈവപുത്രൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി ഒരു കുടുംബത്തെ രക്ഷിച്ചു. തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് ആദ്യാത്ഭുതം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കാനായിൽ വെച്ച് നടത്തപ്പോൾ കർത്താവ് ഇച്ഛിക്കുന്ന കുരിശിലെ സ്നാനത്തിലേക്കുള്ള ദൂരം കുറയുകയായിരുന്നു. പുത്രൻ്റെ മഹത്വം കുരിശിലാണ്. നമ്മുടെ കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി ഒരു കുടുംബത്തെ രക്ഷിച്ചു. സെഹിയോനിൽ വീഞ്ഞിനെ ചോരയാക്കി മനുഷ്യകുലത്തെ മുഴുവൻ ക്രിസ്തുവിന് സ്വന്തമാക്കി. അത് സ്വീകരിക്കുമ്പോൾ ദൈവപുത്രൻ നമ്മിൽ വസിക്കുന്നു. മൗസായിലൂടെ നമ്മൾ യേശുവിനോട് ചേരുന്നു. മുറോനഭിഷേകം വിശ്വാസത്തിൻ്റെ സാക്ഷികളായി നമ്മെ മാറ്റുവാൻ കൃപയേകുന്നു. പിശാചൊരുക്കുന്ന ദുർമോഹങ്ങൾക്കിടയിലെ ലോകയാത്രയിൽ നമുക്കുള്ള കരുത്ത് ദൈവം തരുന്ന പാഥേയമായ വിശുദ്ധ കുർബാനയാണ്. രണ്ടാമത്തെ പ്രലോഭനം അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് പിശാച് കൊണ്ടുപോകുന്നു. ലോകത്തിന് മഹത്വം കാട്ടി പറയുന്നു. ലൂക്ക 4:6-7 വാക്യം, 4-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങൾ. ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. ദൈവസൃഷ്ടികളിൽ ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. ദൈവകൽപ്പനകളിൽ പ്രധാനമായിട്ടുള്ളതും ദൈവമായ കർത്താവിനെ ആരാധിക്കണം എന്നുള്ളതാണ്. വേറൊന്നിനെയും ആരാധിക്കരുതെന്ന് പുറപ്പാട് 20:3-5 വരെയുടെ വാക്യങ്ങൾ പറയുന്നുണ്ട്. പിശാചിനെ ആരാധിക്കുകയില്ല എന്നുള്ള ബോധ്യത്തിൽ തന്നെ യേശു ഉറച്ചു നിന്നു. ഇസ്രായേലാകട്ടെ കാളക്കുട്ടിയെ ദൈവമാക്കി ആരാധിച്ച ജനമാണ്.
നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് ദൈവപുത്രൻ പിശാചിന് തക്കതായ മറുപടി കൊടുക്കുന്നു. അത് നമുക്ക് മുമ്പിലുള്ളൊരു ദിശ സൂചികയാണ്. മസ്സായിൽ വെച്ച് ഇസ്രായേൽ ജനം ജലത്തിനായി മുറവിളി കൂട്ടി. നിയമാവർത്തനം 6-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം മോശയുടെ ഉപദേശത്തിലൂടെ നൽകുകയാണ്. മസ്സായിൽ വെച്ച് നിങ്ങൾ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. പ്രതിസന്ധിയുടെ മുമ്പിൽ ദൈവത്തെ പരീക്ഷിക്കുന്ന സ്വഭാവം ഒരിക്കലും നമ്മുടെ ജീവിതയാത്രയിൽ അനുഗ്രഹമായിട്ട് മാറുകയില്ല. അത് പൈശാചികമായിട്ടുള്ള പ്രലോഭനങ്ങളുടെ ഒരു പൂർത്തീകരണമായിട്ട് നമ്മൾ അതിൽ വീണു പോകുവാനായിട്ടിടയാകും. ജെറുസലേം ദേവാലയത്തിന് മുകളിൽ നിന്ന് ചാടുവാനുള്ള പ്രലോഭനം പിശാചേകുന്നു. മൂന്നാമതായിട്ട്, ലോകം കൈയടിക്കുന്ന അത്ഭുതങ്ങൾ ചെയ്ത് ലോകത്തിൻ്റെ പക്ഷമാകുവാനുള്ള വാസനയാണ് പിശാച് അവിടെ തെളിയിക്കുവാൻ ശ്രമിക്കുന്നത്. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ശിമിയോന് ദൈവപുത്രനായ ഈശോയെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജെറുസലേം ദേവാലയത്തിലേക്ക് വരുന്നതായിട്ട് ലൂക്കാസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയാകട്ടെ ജെറുസലേമിലെ ദേവാലയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ആനയിക്കുന്നുവെങ്കിൽ ജെറുസലേമിൻ്റെ ദേവാലയത്തിന് പുറത്തേക്ക് ചാടാനുള്ള പ്രേരണയാണ് പൈശാചിക ശക്തികൾ അശുദ്ധാത്മാവ് കൊടുക്കുന്നത്. യേശു അവനോട് പറയുന്നു, നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. യേശുവിൻ്റെ ജീവിതം ദേവാലയം തൊട്ട് ദേവാലയം വരെയുള്ള ജീവിതമായിരുന്നു. നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ദൈവമായ കർത്താവിനെ പരീക്ഷിക്കാതിരിക്കുവാൻ ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ദൈവം കാട്ടിയ വഴികളെ നമുക്ക് സ്വന്തമാക്കിയെടുക്കാം. പ്രലോഭനങ്ങൾക്ക് മുമ്പ് ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് മാലാഖമാരുടെ സ്വർഗീയ കൂട്ടായ്മയിലേക്കുള്ള ചേരുന്ന ശക്തി ലഭിക്കും. പ്രലോഭനങ്ങളെ വിജയിച്ച കർത്താവിന് ലഭിച്ച കൂട്ടായ്മയെ മർക്കോസ് സുവിശേഷത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. പിശാചിൻ്റെ പ്രലോഭനങ്ങൾ എല്ലാം അവസാനിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ അവിടെ ഈ ദൈവദൂതന്മാരാണ് അവനെ വന്ന് ശുശ്രൂഷിക്കുന്നത്. പിശാചുമായിട്ടുള്ള ബന്ധം നമ്മൾ ഒഴിവാക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കൂട്ടായ്മയിലേക്ക്, പരിശുദ്ധനെന്ന് ദൈവത്തെ വാഴ്ത്തുന്നവരുടെ കൂട്ടായ്മയിലേക്കാണ് നമ്മുടെ ജീവിതയാത്രയുടെ ഉയർച്ച. നമ്മൾ കാണുന്നത് യേശയ്യായുടെ ജീവിതയാത്രയിൽ പരിശുദ്ധനെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു തരത്തിലേക്ക് അദ്ദേഹം ഉയരുന്നത് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ അരികിലാണെന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടാവുകയും മാലാഖമാരുടെ സ്തുതികീർത്തനങ്ങൾ കേൾക്കുകയും ചെയ്തപ്പോഴാണ്. നിശ്ചിത കാലത്തേക്കാണ് പിശാച് അവനെ വിട്ടുപോയതായി ലൂക്കാസ് സുവിശേഷം പറയുന്നത്. കർത്താവിന് വീണ്ടും പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗത്സമനിയിൽ ഒരു പ്രലോഭനമാണ് ഉണ്ടാകുന്നത്. കുരിശിൽ കിടക്കുമ്പോൾ ഇടതുവശത്തേക്കാളന് ഒരുക്കുന്നത് പ്രലോഭനമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ പ്രലോഭനങ്ങൾ വിട്ടിട്ട് നമുക്കൊരു ജീവിതമില്ല. മറിച്ച് നമ്മൾ പ്രലോഭനങ്ങളെ വിജയിച്ച കർത്താവിൻ്റെ കൂട്ടുപിടിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ ചേർന്ന് നിന്നാൽ ദൈവം നമ്മളോട് ചേർന്ന് നിൽക്കും. അപ്പോൾ പിശാച് തനിയെ ഓടിപ്പോയിക്കൊള്ളും. പത്രോസ് ലീഹ നമ്മോട് അരുളി ചെയ്യുന്നുണ്ട്. 1 പത്രോസ് 5:8, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തെ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവാൻ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ആഴമായ വിശ്വാസം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകണമേ. നമ്മളോട് വേദപുസ്തകം പറയുന്ന മനോഹരമായ വാക്യം റോമാലേഖനം 8:26 നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് തരണമേ. ജഡത്തിൻ്റെ മുകളിൽ നിന്ന് മാറിയിട്ട് ആത്മാവിൻ്റെ തലത്തിലേക്ക് ഉയരുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹവും ശക്തിയും തരണമേ. ഗലാത്യർ 5:22-26 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളോട് പറയുന്നു, യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മുടെ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാം, ലോകം മുഴുവൻ നമ്മൾ നേടിയാലും നമ്മുടെ ആത്മാവ് നഷ്ടമായാൽ നമുക്കെല്ലാം നഷ്ടമായി. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ വഴികളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ വഴികൾക്ക് നിൻ്റെ പ്രകാശം അവിടുന്ന് എപ്പോഴും നൽകണമേ. നിന്നോട് ചേർന്ന് നിൽക്കുന്നതിൽ ഞങ്ങളുടെ ഹൃദയം സന്തോഷിക്കുവാനും ദൈവത്തിൻ്റെ കരുണയിൽ ശരണപ്പെടുവാനും കർത്താവിൻ്റെ കരുത്തിന് കീഴെ ചേർന്ന് നിൽപ്പാനും ഞങ്ങൾക്ക് അനുഗ്രഹവും ശക്തിയും തരണമേ. ഓരോ ദിനവും കർത്താവ് ഞങ്ങളുടെ ദാനമെന്നറിയുന്നു. ഈ ദാനം അങ്ങയുടെ മഹത്വത്തിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഓരോ ദിനവും അങ്ങയുടെ വഴികളിൽ കൂടി ജീവിച്ച് അങ്ങയുടെ തിരുനാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുത്തെ ഉപാധിയാക്കി മാറ്റണമേ. ദൈവകരുണയിൽ പൂർണ്ണമായി ശരണപ്പെടുന്ന നാഥ, ഞങ്ങളോട് കരുണയായിരിക്കണമേ.